ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കുറച്ച് വാഷിംഗ് ചെയ്യാൻ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. ഇപ്പോൾ ലോണ്ട്രിമാറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാം, ഡ്രൈ ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ കണ്ടിട്ട് വരാം. സിധുവിനെ കൊണ്ട് പട്ടി പണിയെടുപ്പിക്കുന്നത് ഞാൻ പിടിക്കാം. അറയ്ക്കട്ടെ. ലിക്വിഡ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു. എങ്ങോട്ടേക്കാ? ഇതോ അങ്ങോട്ടേക്ക്, ന്യൂ വേൾഡ്. എവിടെയാ ലിക്വിഡ്? എനിക്കറിഞ്ഞൂല്ലോ എവിടെയാണ്. എത്ര രൂപ? ക്ലബ് ഡീ. നമുക്ക് ക്ലബ് ഡീൽ ഇട്ടില്ല. അറിഞ്ഞോട്ടെ, നോക്കാം. എന്തായാലും വേണമല്ലോ. ഓൾമോസ്റ്റ് നമ്മൾ എപ്പോഴും ഇവിടെ തന്നെയാണ് ഡ്രൈ ചെയ്യാൻ പോകാറ്. വാഷിംഗ് ചില സമയത്ത് വീട്ടിൽ തന്നെ ചെയ്യും. അപ്പോൾ ഡ്രയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നാണ് ഡ്രൈ ചെയ്യുക. ഇപ്പം മഴ ആയതുകൊണ്ട് എടുക്കാൻ മറന്നതുകൊണ്ട് നമുക്ക് ലിക്വിഡ് അവിടെ കിട്ടില്ല. അപ്പോൾ അത് കടയിൽ പോയി വാങ്ങിച്ച് തിരിച്ചു പോവുകയാണ്. ഏതോ റാബിറ്റിൻ്റെ സാധനം ഇട്ട് വന്നിട്ട് വെറുതെ ഉടായ്പ് കാണിക്കുന്ന സിനിമ. എവിടെ നോക്കട്ടെ. എപ്പോൾ പോകുമ്പോഴും നമ്മൾ ലിക്വിഡ് എടുക്കാൻ മറക്കും. അപ്പോൾ ഇപ്പം ഏകദേശം എപ്പോഴും കാറിൽ വെക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ സാധനം വാങ്ങി പോകുന്നതാണ് കാണുന്നത്. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. ഇപ്പം ലീവ്സ് ഒന്നും കാണില്ല. ഓട്ടം ആ സീസണിൽ എടുത്തതായിരുന്നു. ഇപ്പോൾ പോയി സ്പ്രിംഗ് ആയി, പൂക്കളൊക്കെ പൂത്തു തുടങ്ങി. അപ്പോൾ വരൂ, ജസ്റ്റ് എക്സ്പ്ലോർ അവർ വാഷിംഗ് ഡേ. അപ്പം നമ്മൾ ഇത് വാങ്ങിച്ചു. ഇതിലാണ് ഇടണേ. അപ്പൊ ഇപ്പൊ എന്താ ഇത് ചെയ്യാൻ പോകുന്നത്? റീചാർജ് ചെയ്തു. ഇത് ഇവിടത്തെ ആൾക്കാർക്കല്ല ഞാൻ വീഡിയോയിൽ പറയുന്നത്, നാട്ടിലുള്ളവർക്ക്. $20. നീ ആ കാർഡ് എടുക്കുന്നു. $25 ബാലൻസ്. ഡ്രസ് പട്ടിപ്പണി എടുക്കുന്ന. നമ്മൾ ക്ലീൻ ആയിട്ടുള്ള മെഷീൻസ് നോക്കണം. കാരണം ചിലവരൊക്കെ ഈ ഡോഗ്സിൻ്റെ ക്ലോത്ത്സ് എല്ലാം കൊണ്ട് ഇടും വാഷ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ രോമങ്ങളും എല്ലാം ഉണ്ടാവും. അത് നമുക്ക് അലർജി ഉണ്ടാക്കും. അപ്പം ഞങ്ങൾ മാക്സിമം ഡ്രൈ ചെയ്യാനേ പോവാറുള്ളൂ. പക്ഷേ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് കുറച്ച് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. ബെഡ്ഷീറ്റൊക്കെ നമുക്ക് വാഷ് ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഇവിടെ കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ ഇത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കാശ് കഴിയുന്നവരെ നമുക്ക് ആ കാർഡ് തന്നെ ഉപയോഗിക്കാം. പിന്നെ കഴിയുമ്പോൾ വീണ്ടും റീചാർജ് ചെയ്യാം. എനിക്കിതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. സിന്ധു ഇങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും നമ്മൾ ഈ സാധാ ഡെയിലി വ്ളോഗ്സൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് നിങ്ങൾക്കും കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ എന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായേനെ. പക്ഷേ ഇവിടെ വെയിലുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് നമുക്ക് ഡ്രസ്സെല്ലാം ഉണക്കാനായിട്ട്. കാരണം സമ്മറിൽ പെട്ടെന്ന് ഉണങ്ങുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ മൂടിയ ക്ലൈമറ്റ് ആകുമ്പോൾ എപ്പോഴും ആ ഒരു ക്ലോത്തിലൊക്കെ നല്ലൊരു തണുപ്പ് എപ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ അതിനെക്കാട്ടിലും ബെറ്റർ ഡ്രയറിൽ കൊണ്ടിടുന്നതാണല്ലോ. പോരാത്തിന് ഡ്രയറിൽ ഇടുന്നത് അത്ര രസമുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയത് പിന്നെയും ക്വാളിറ്റി ഉണ്ടാവും. ഇവിടത്തെയൊക്കെ ജീൻസ് എന്തെങ്കിലുമൊക്കെ ഡ്രയറിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നരച്ച കളറായിരിക്കും. പിന്നെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എത്രയോ കാലമായിട്ട് നമ്മളെന്തോ അതന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അത്രയും നരച്ചൊരു കളറും ആയിരിക്കും. എല്ലാ ഡ്രസ്സിൻ്റെയും ആ ഒരു ഡ്രസ്സെല്ലാം മുഷിഞ്ഞു പോകും അപ്പോഴേക്കും. അപ്പോൾ ഡ്രയറിലിടുന്ന അത്ര രസമുള്ള കാര്യമില്ല. പക്ഷെ നമ്മൾ വൺസ് യൂസ് ആയി കഴിഞ്ഞാൽ, പണ്ട് ഞാൻ നിന്ന സ്ഥലത്ത് ഡ്രയർ ഉണ്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും ഡ്രയറിലിടുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഡ്രയർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം എൻ്റെ ഡ്രസ്സിന് എനിക്ക് കാണാനും പറ്റും. പക്ഷെ ഇപ്പോൾ വീണ്ടും ഡ്രയറിലേക്ക് പോയിട്ടുണ്ട്. സമ്മറാകുമ്പോൾ നിർത്തുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ. ഇതാണ് ഗായ്സ് നമ്മുടെ നൈറ്റ് ലൈഫ് അറ്റ് ഇൻവക്കഴകിൽ. നല്ല ലൈഫ് ഉണ്ട് ഇവിടെ. സാറ്റർഡേ ആണല്ലോ അല്ലേ? Today's a weekend, so it's unusually busy around here. Busy? Yeah. This is what we call busy in New Zealand. ഇവിടെ സബ്വേ ഉണ്ട്, ഡൊമിനോസ് ഉണ്ട്. കണ്ടു അവൻ. അതാണോ?
ഓ കണ്ണാപ്പി ഉണ്ടോ? അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊന്നൂസിൻ്റെ കോൾ വന്നപ്പോൾ പൊന്നൂസും ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കോളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ മെല്ലെ കാപ്പി കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ച് നടക്കുക കേട്ടോ. അങ്ങനെ പൊന്നൂസിൻ്റെ ഫോണൊക്കെ വന്നു കഴിഞ്ഞതും ഞങ്ങളിതേ റോട്ടിൽ വെച്ച് 2-3 ആൾക്കാരെ കണ്ടു. നമ്മുടെ അലഞ്ചേട്ടൻ അലീന ചേച്ചി അന്വേഷിച്ചു. അപ്പോൾ അവരും പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവിടെ നിർത്തി നമുക്ക് എന്നാൽ അപ്പുറത്തൊരു പുതിയൊരു കടയിൽ പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. കാരണം ഓൾറെഡി വാഷിങ്ങിനും ഡ്രൈയിങ്ങിനൊക്കെ സമയമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ അത് അങ്ങോട്ട് കഴിക്കാനുള്ള പ്ലാനിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. കോഫിയോ? ആ Which one do you want? ഏതാ ചേച്ചി വേണ്ടേ? That one? Yes. Okay. Yes. I got ice cream. It's my ice cream. You ice cream this one? പറഞ്ഞു ചേച്ചി. അപ്പോൾ കുറച്ച് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇവിടുത്തെ ട്രൈ ചെയ്ത ഐറ്റംസിൽ ഞാൻ ചെയ്തത് എന്തായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഫസ്റ്റ് കാണിക്കുന്ന സംഭവമാണ് അത് ആക്ച്വലി നല്ലതാണ്. അപ്പം അല്ലാതെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ടാമത്തെ വാങ്ങിയ സംഭവം ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ ടോട്ടൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്നൊരു ഷോപ്പ് തന്നെയാണ്. അപ്പം നമുക്ക് കുറച്ച് മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ട് തന്നെ കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം പെട്ടെന്ന് തന്നെ. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.